ഹലോ, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് NTSC 2019 ചോദിച്ചിട്ടുള്ള ഫിസിക്സിലെ ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്ലെയിൻ മിററിന്റെ റൊട്ടേഷനെ കുറിച്ചാണ് ഈ ചോദ്യം പറയുന്നത്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ആ ക്വസ്റ്റ്യൻ. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. NTSC 2019 കേരള ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബൈ കീപ്പിംഗ് ദ ഇൻസിഡന്റ് റേ ഫിക്സ്ഡ്, a plane mirror is rotated as to vary angle of incidence. When mirror is turned by 10 degrees, the reflected ray is turned by, ഇവിടെ ഒരു ഡിഗ്രി സിമ്പൽ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. എല്ലാവരും ക്വസ്റ്റ്യൻ ആദ്യം ഒന്ന് വായിച്ച് സ്വയം ചെയ്ത് നോക്കുക. അതിനുശേഷം സൊല്യൂഷൻ പാർട്ടിലേക്ക് പോവുക. അപ്പൊ ക്വസ്റ്റ്യൻ ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് സൊല്യൂഷൻ മറ്റൊരു സ്ഥലത്ത് ചെയ്യാം. അപ്പൊ അതിനുവേണ്ടി ജസ്റ്റ് ഫിഗേഴ്സ് ഒക്കെ ഒന്ന് വരയ്ക്കുകയാണ്. അപ്പൊ ആദ്യം നമുക്ക് പ്ലെയിൻ മിറർ കൊടുക്കാം. പ്ലെയിൻ മിറർ നമുക്ക് ബ്ലാക്ക് കളറിൽ കൊടുക്കാം. സ്ട്രൈറ്റ് ലൈൻ ആവട്ടെ. അപ്പോ ഇതാണ് നമ്മുടെ പ്ലെയിൻ മിറർ. ശരി, ഇനി ആദ്യത്തെ കേസ് നമുക്കൊന്ന് വരയ്ക്കാം. ഇൻസിഡന്റ് റേ ഇതാണെന്ന് വിചാരിക്കാം. നമുക്ക് ആദ്യം നമ്മുടെ ഫസ്റ്റ് കേസിലെ നോർമൽ വരയ്ക്കണം. ഇതാണ് നമ്മുടെ നോർമൽ. ശരി, അപ്പൊ ഇൻസിഡന്റ് റേ ഇതാണെങ്കിൽ റിഫ്ലക്റ്റഡ് റേ സെയിം ആംഗിൾ തന്നെ ആയിരിക്കണം. അപ്പൊ നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണിത്. ഈ ആംഗിൾ I ആണെങ്കിൽ ഈ ആംഗിളും I തന്നെ ആയിരിക്കണം. കാരണം എന്താണ്, ഇത് പ്ലെയിൻ മിറർ ആണ്. ഓക്കെ, വളരെ ബേസിക് ആയിട്ടുള്ള ഐഡിയ. ഇനി എന്താണ് സംഭവിച്ചത്? നമ്മുടെ പ്ലെയിൻ മിററിനെ തിരിച്ചു. പ്ലെയിൻ മിറർ തിരിഞ്ഞു. ഓക്കെ, പ്ലെയിൻ മിററിനെ ഒരു തീറ്റ ഡിഗ്രി, നമുക്കൊരു ജനറൽ കേസ് എടുക്കാം. എന്നിട്ട് ഫൈനലി നമുക്ക് സൊല്യൂഷൻ ക്വസ്റ്റ്യനിൽ എന്താണെന്ന് നോക്കാം. അപ്പം നമ്മുടെ പ്ലെയിൻ മിറർ ഒരു തീറ്റ ആംഗിൾ തിരിയുകയാണെങ്കിൽ, ഇവിടെ ഇതാണ് ഹൊറിസോണ്ടൽ ആയിരുന്ന നമ്മുടെ പ്ലെയിൻ മിറർ ഇപ്പൊ ഇങ്ങനെയായി, അതായത് തീറ്റ ആംഗിൾ തിരിഞ്ഞു. അപ്പൊ എന്ത് സംഭവിക്കുന്നു നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. നോർമലും തീറ്റ ഡിഗ്രി തിരിയില്ലേ? റൈറ്റിലേക്കാണ് ഇവിടെ ഞാൻ തിരിച്ചത്. റൈറ്റ് എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഞാൻ തിരിച്ചത്. അപ്പൊ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെ ആര് തിരിയും? നോർമലും തിരിയും. ശരി, അപ്പൊ പുതിയ നോർമൽ നമുക്കൊന്ന് വരയ്ക്കാം. കളറും മാറ്റാം. നമുക്ക് കളർ മാറ്റി നമുക്ക് റെഡ് കളറിൽ നമുക്ക് വരയ്ക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ നോർമൽ. ശരി, ഓക്കെ. അപ്പൊ ഇനി എന്താണ് ഇതിൽ നമുക്ക് പറയാൻ പറ്റുക? അപ്പൊ ഇൻസിഡന്റ് റേ അവിടെ തന്നെ നിൽക്കുകയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. ഇവൻ തന്നെയാണ് നമ്മുടെ ഇപ്പോഴും ഇൻസിഡന്റ് റേ. ശരി, അപ്പൊ ഈ ഇൻസിഡന്റ് റേ പുതിയ മിറർ എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്ത മിറർ, അത് M2 എന്ന് നമുക്ക് വിളിക്കാം. ഈ ലൈനാണ് ആ മിറർ. ഇത് M1 ഫസ്റ്റ് മിറർ. കൺഫ്യൂഷൻ ആയി പോകരുത് എല്ലാ മിറേഴ്സും ലൈൻസും കൂടെ കണ്ടിട്ട്. അപ്പൊ ഇത് സെക്കൻഡ് ലൈനിന്റെ നോർമൽ റെഡ് കളറിൽ കൊടുത്തത്. ഈ ബ്ലൂ കളറിൽ ഇവിടെ കാണുന്നത് ഫസ്റ്റ് ലൈനിന്റെ നോർമൽ ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇൻസിഡന്റ് റേ. അതിനെ I എന്ന് കൊടുക്കാം. അവന് മാറ്റം ഒന്നും തന്നെ വരുന്നില്ല. ശരി, ഈ ഇൻസിഡന്റ് റേ നമ്മുടെ മിററിൽ തട്ടി റിഫ്ലക്റ്റ് ആവുമല്ലോ. ആ റിഫ്ലക്റ്റഡ് റേ ഇതാണ് എന്ന് വിചാരിക്കാം. നമുക്കറിയാവുന്ന ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോ ഇൻസിഡന്റ് റേ പുതിയ നോർമലുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് I പ്ലസ് തീറ്റയാണ്. സെയിം ആംഗിൾ ആരും ഉണ്ടാക്കണം? റിഫ്ലക്റ്റഡ് റേ പുതിയ നോർമലുമായിട്ട് ഉണ്ടാക്കണം. അപ്പൊ ഇത് I പ്ലസ് തീറ്റയാണ്. ശരി, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്ന് വെച്ചാൽ ആദ്യത്തെ റിഫ്ലക്റ്റഡ് റേ ഇതായിരുന്നു. ആദ്യത്തെ റിഫ്ലക്റ്റഡ് റേ ഈ നീല ലൈൻ, ഇത് പുതിയ റിഫ്ലക്റ്റഡ് റേ, ഇത് R2. ഇവര് തമ്മിലുള്ള ആംഗിൾ ആണ് നമുക്ക് വേണ്ടത്. R1ഉം R2ഉം തമ്മിലുള്ള ആംഗിൾ. അതായത് ഇപ്പൊ നമ്മൾ കാണുന്ന ഈ I പ്ലസ് തീറ്റയിൽ നിന്നും ഈ ഭാഗം കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയി. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് O എന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ R1 O R2 ആണ്. അതെങ്ങനെ കിട്ടും?
ഈ ഐ പ്ലസ് തീറ്റയിൽ നിന്നും ആരെ സബ്ട്രാക്ട് ചെയ്യണം? ആംഗിൾ N2OR1 സബ്ട്രാക്ട് ചെയ്യണം. ആംഗിൾ N2OR1 സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം N2OR1 എന്ന് പറയുന്ന ആംഗിളിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നോക്കാം. നമുക്കറിയാം ഇൻസിഡന്റ് റേ നമ്മുടെ ആദ്യത്തെ നോർമലുമായിട്ട് മേക്ക് ചെയ്തിരുന്ന ആംഗിൾ എത്രയാ? I ആണ്. അത് റിഫ്ലക്റ്റഡ് റേ തുടക്കത്തിലെ റിഫ്ലക്റ്റഡ് റേ ആയ R1ലേക്കും I ആണ്. ശരി. അപ്പോ നമുക്കറിയാം ഈ ആംഗിൾ I1O into I plus തീറ്റയാണ്. I1OR1 എന്ന് പറയുന്നത് 2I ആണ് അല്ലേ? ഒന്നുകൂടെ ഞാൻ ഇവിടെ എഴുതി വെക്കാം. ആംഗിൾ IOR1 എന്ന് പറയുന്നത് ഫിഗറിൽ നിന്ന് വ്യക്തമാണ് എത്രയാണെന്ന്? 2I ആണെന്ന്. മറ്റെന്താണ് നമുക്കറിയാവുന്ന കാര്യം? N1OR1 അല്ല ION2. ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് ആരെ കിട്ടും? N2OR1. അതുകൊണ്ടാണ് ഞാൻ ഇവരുടെ പേര് എഴുതിയത് ION2 എത്രയാണ്? I പ്ലസ് തീറ്റയാണ്. അപ്പൊ നമ്മുടെ N2OR1 നോക്കിക്കേ, IOR1ൽ നിന്നും ആരെ സബ്ട്രാക്ട് ചെയ്യണം? IOR1ൽ നിന്നും ION2 സബ്ട്രാക്ട് ചെയ്താൽ N2OR1 കിട്ടും. IOR1ൽ നിന്നും ION2 അപ്പൊ അതെത്രയാണ്? 2I മൈനസ് I പ്ലസ് തീറ്റ. 2I മൈനസ് I പ്ലസ് തീറ്റ. ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് എഴുതും? I പ്ലസ് തീറ്റ എന്ന് ഫൈനൽ ആൻസർ കിട്ടും. പക്ഷെ അതല്ല. അപ്പൊ 2I മൈനസ് I മൈനസ് തീറ്റ. അതാണ് ആര്? ആംഗിൾ N2OR1. ആംഗിൾ N2OR1. ശരി. N2OR1 I1 മൈനസ് തീറ്റ എന്ന് കിട്ടി. N2OR1 നമ്മുടെ ഇവിടെ കിടക്കുന്ന ആളല്ലേ? നമ്മുടെ ഫൈനൽ ആൻസർ R1OR2 കിട്ടാൻ I പ്ലസ് തീറ്റ മൈനസ് N2OR1 ചെയ്യണം. N2OR1 ആരാണ്? ഇവിടെ നമ്മളിപ്പോ കണ്ടുപിടിച്ച I മൈനസ് തീറ്റയാണ്. അപ്പൊ അത് നമുക്ക് എടുത്തു കൊടുക്കാം. N2OR1 പകരം I മൈനസ് തീറ്റ ബ്രാക്കറ്റിൽ. അപ്പൊ എന്തായി ഇവിടെ? I പ്ലസ് തീറ്റ മൈനസ് I പ്ലസ് തീറ്റ എത്ര വന്നു? ഐയും മൈനസ് ഐയും കൂടെ 0 ആയി. തീറ്റയും മൈനസ് ഓഫ് മൈനസ് തീറ്റ പ്ലസ് തീറ്റയും കൂടിയിട്ട് 2 തീറ്റയായി. നമ്മുടെ ആംഗിൾ R1OR2 എന്ന് പറയുന്നത് 2 തീറ്റയാണ്. വേർ തീറ്റ ഇസ് ദി ആംഗിൾ വിത്ത് വിച്ച് വി റൊട്ടേറ്റഡ് ദി മിറർ. അപ്പോ ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ. പ്ലെയിൻ മിററിനെ നമ്മള് തീറ്റ ഡിഗ്രി ചരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തിരിച്ചു കഴിഞ്ഞാൽ, റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിഫ്ലക്റ്റഡ് റേ, ഇൻസിഡന്റ് റിഫ്ലക്റ്റഡ് റേ 2 തീറ്റ ആംഗിൾ തിരിയും. ഇപ്പൊ നമുക്ക് മറ്റേ ന്യൂസ് 24 പോലെ ഓഗുമെന്റഡ് റിയാലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് തള്ളിയൊക്കെ വെച്ച് ഇങ്ങനെ, ഞാൻ അതിൽ കൂടെ നടന്നു പോയി I1 തള്ളി R2 തള്ളിയൊക്കെ ചെയ്ത് കുറച്ചുകൂടെ സൂപ്പർ ആക്കായിരുന്നു. പക്ഷെ നമ്മുടെ ഈ ലോക്കൽ സെറ്റപ്പിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഏതെങ്കിലും സ്റ്റെപ്പ് സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാം. ഉറപ്പായിട്ടും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ഇപ്പൊ എന്താണ് ആൻസർ? മിറർ 10 ഡിഗ്രി ആണ് തിരിക്കുന്നത്. അപ്പോൾ റിഫ്ലക്റ്റഡ് റേ എത്ര ഡിഗ്രി തിരിയും? 2 × 10 20 ആണ് നമ്മുടെ ഈ ക്വസ്റ്റ്യനിലെ ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പോ ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ജനറൽ കേസാണ്. മിറർ തീറ്റ തിരിഞ്ഞാൽ റിഫ്ലക്റ്റഡ് റേ 2 തീറ്റ തിരിയും. അപ്പൊ അത് ഓർക്കുക. ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ വരും, ചെയ്യുക. താങ്ക് യു.